ഇന്നലെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നവർ ഒന്ന് ഞെട്ടിപ്പോയി. അവിടെ പോലീസുകാർക്ക് പകരം ലോഹയിട്ട വൈദികരെയാണ് കണ്ടത്. പോലീസുകാരെക്കാൾ കൂടുതൽ വൈദികരായിരുന്നു. പരാതിയുമായി വന്നവർക്ക് സംശയം തന്നെയായി, ഇവിടെ വല്ല ധ്യാനവും നടക്കുന്നുണ്ടോ എന്ന്. പിന്നീടാണ് മനസ്സിലായത് ധ്യാനമല്ല, ആക്രമണ കേസിലെ പ്രതികളാണ് എന്ന്. അരമനയിൽ അതിക്രമം കാണിച്ച എല്ലാവരെയും പോലീസ് നോട്ടീസ് കൊടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലോഹ ഇട്ടിരുന്നതിനാൽ പോലീസ് മുറ പ്രയോഗിച്ച് ചോദ്യം ചെയ്തില്ല. പകരം മാന്യമായി എല്ലാവരുടെയും മൊഴിയെടുത്തു. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഗുണ്ടാ വൈദികർക്ക് കോടതി വരാന്തകൾക്ക് മാത്രമല്ല നിരങ്ങുന്നത്, പോലീസ് സ്റ്റേഷൻ വരാന്തകളും നിരങ്ങുകയാണ്. നാണമില്ലേ വിമത കൂട്ടങ്ങളെ? നിങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പിറക്കാത്ത പ്രശ്നമാണ് ഇങ്ങനെ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നത്. പോലീസിന് മൊഴി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മടങ്ങിപ്പോകാൻ നേരം പോലീസ് പറഞ്ഞു അംഗം ഇനി കോടതിയിലാണ് എന്ന്. കാരണം പോലീസിനെ ആക്രമിച്ച കുറ്റമാണ് മുന്തിയ ഇനം. അതിലകത്ത് പോയി കിടക്കേണ്ടി തന്നെ വരും. പോലീസിനെ പേടിച്ചാണ് സ്റ്റേഷനിൽ വന്നത്. ലോഹയിട്ട് മുഖത്തെ പൗഡറൊക്കെ തേച്ച് അല്പം സ്പ്രേ ഒക്കെ അടിച്ച് ഉരിഞ്ഞാണ് വന്നിരിക്കുന്നത്. കാരണം ലോഹ ഇടുമ്പോൾ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി പോലീസുകാർ അടിക്കില്ലല്ലോ. പിന്നെ ലോഹ കണ്ടാൽ നിയമം പേടിച്ചേക്കുമെന്നൊക്കെയാണ് ചില വിചാരങ്ങൾ. കാരണം പിന്നിൽ ലക്ഷക്കണക്കിന് വോട്ടുകളാണുള്ളത്. അൾത്താരയിൽ നിൽക്കുമ്പോൾ ടീഷർട്ട്, പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ലോഹ. അതിന് എന്താണ് കാരണം എന്നറിയാമോ? അൾത്താരയിൽ എന്ത് ചെയ്താലും വിശ്വാസികൾ ജയ് വിളിച്ചു കൊള്ളും. ഒരു പോലീസുകാരന്റെ വാരിയെല്ല് ഒടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോഹ ഇട്ടത്. ലോഹ ഇട്ട ശേഷം പേരെടുത്തവർ വീട്ടുപേര് വാലായിരിക്കും. ആ വാലിൽ തൂങ്ങാൻ കുറെ ഊള ജനങ്ങളുമുണ്ട്. ഇനി ലോഹ ഇടാൻ ആളെ നോക്കുമ്പോൾ കുടുംബ പശ്ചാത്തലവും അന്വേഷിക്കണമെന്ന് മാർപ്പാപ്പ എഴുതി അറിയിക്കണം. ക്രൈസ്തവ സഭകളെ മൊത്തം നാണം കെടുത്തിയ ഊള ജനങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. ഇവർക്ക് മെത്രാന്മാരെ പേടിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ലോഹയിട്ടും അരമനയിൽ ജീൻസും ടീഷർട്ടും ഇട്ടും വരുന്നത് തന്നെ. എറണാകുളം അതിരൂപതയിൽ സഭയെ തകർക്കാൻ കഴിഞ്ഞ 8 വർഷക്കാലം എതിരാളികൾ ഇല്ലാതെ ഇവർ പ്രവർത്തിച്ചു. അവർക്കെതിരെ പ്രതികരിക്കാൻ ഒരു നട്ടലുള്ള മെത്രാൻ പോലും സഭയിലില്ല. ഗതികേട് തന്നെ.